കേരളത്തിലെ മുഴുവൻ ജനങ്ങളും UDF വരണമെന്ന് ആഗ്രഹിച്ചു. കാരണം കേരളം ഒരു മതേതരത്വ രാജ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ദേശീയ ഐക്യവും ദേശീയ ഭദ്രതയും മതേതരത്വം ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ്. അവർ ഒന്നിച്ച് നിന്നതിൻ്റെ ഫലമായി ഞങ്ങളെ UDFനെ വിജയിപ്പിച്ചിരിക്കുന്നു. ആ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരോടും പഴയ കാലത്തൊരു MLA MP എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ശക്തിയായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കും പൊന്നാനിയിലെ ഒരു മധുരകരമായ ഒരു വിജയം. നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്നാണ് പൊന്നാനി അറിയപ്പെട്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഒരു മാറ്റം വരികയാണ്. തീർച്ചയായിട്ടും മാറ്റം വരും. കാരണം പൊന്നാനി മുതൽ പാലപ്പെട്ടി വരെ നീണ്ടുകിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ 10 വർഷം തന്നെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഫ്ലാറ്റുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നു, പക്ഷെ അതിലിപ്പോഴും താമസിക്കാൻ കഴിയുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട MPG ഗംഗാധരേട്ടൻ മന്ത്രിയാവുന്ന സമയത്താണ് നമ്മുടെ ചമ്രോട്ടൻ രൂപവത്തെക്കാൻ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങിയത്. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് പാലത്തിൻ്റെ പണി തുടങ്ങിയത്. ആ പാലം പണി കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാനി താലൂക്കിലെയും തിരൂർ താലൂക്കിലെയും അതുപോലെ തന്നെ കുറ്റിപ്പുറം പ്രദേശങ്ങളിലും മുഴുവൻ വെള്ളം പമ്പ് ചെയ്ത് കുടിവെള്ളം എടുക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ പൊന്നാനി താലൂക്കിലെ നീണ്ടു കിടക്കുന്ന 12,500 ഏക്കറയുള്ള പുഞ്ചക്കോള് ഇവിടെ വെള്ളം എത്തിക്കാൻ കഴിയും. ഇതൊന്നും ഇത്ര കാലമായി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോവുകയാണ്. അതുകൊണ്ട് ചമ്രവട്ടം റുഗുലറ്റക്കം ബ്രിഡ്ജിൻ്റെ ഓട്ട അടച്ച് വെള്ളം നിർത്തി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന മറ്റൊന്ന്. അതുപോലെ തന്നെ ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി, അതുപോലെ പല പദ്ധതികൾക്കും തുടക്കം കുറിക്കാനും അത് ചെയ്യിക്കാനും UDFൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ച നമ്മുടെ MLA കൊണ്ട് നിർവഹിപ്പിക്കും എന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം ഈ രാജ്യത്തിലെ മതേതരത്വ വിശ്വാസികളുടെ വിജയമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. DCC പ്രസിഡന്റ് VS ജോയിയും വിജയിച്ച് കയറുകയാണ്. ഈ എൻ്റെ ചെറുപ്പം മുതൽ പ്രവർത്തിക്കുന്നൊരു ജില്ലയാണ് ഞാൻ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിലെ 16 നിയോജകമണ്ഡലമാണ് ഇപ്പോൾ ഉള്ളത്. ആ 16 നിയോജകമണ്ഡലത്തിലും UDF വമ്പിച്ച വിജയത്തോടുകൂടി ജയിച്ചു. കാരണം ഇതാണ് ഈ മതേതരത്വം, ആ മതേതര സ്വഭാവമുള്ളതാണ്. അതില്ലാക്കാനുള്ള ശക്തികൾ പലരും തലപൊക്കിയെങ്കിലും ഈ ജില്ലയിലെ ജനങ്ങൾ അത് അനുവദിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ജില്ലയിലെ 16 നിയോജകമണ്ഡലങ്ങളിലും UDFൻ്റെ വിജയം. UDF സർക്കാർ വരികയാണ്. സീനിയർ നേതാവ് നിലക്ക് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ആഗ്രഹിക്കും? എന്ന് പറയാൻ പാടില്ല. ഞാൻ അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഞാൻ പറയാൻ പാടില്ല. എന്തായാലും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം സംഭൂജിരയും മാറുകയാണ് LDF മലപ്പുറം ജില്ല. ആരാ വരേണ്ടതെന്നൊക്കെ എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ ഞാനത് പറയാൻ പാടില്ല. ഞാൻ ചെറുപ്പം മുതൽ KSC കൂടെ യൂത്ത് കോൺഗ്രസ്സിൽ കൂടെ വളർന്നു വന്ന് കോൺഗ്രസിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിച്ച ഞാൻ മറ്റുള്ളവരെ പോലെ പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയായാലും കെട്ടുറപ്പുള്ള ഒരു ഭരണമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കെട്ടുറപ്പുള്ള ഭരണം തന്നെ മുന്നോട്ട് പോവുക ശക്തമായി. ഇപ്പോൾ നമ്മളെ നയിക്കുന്ന ആ നെഹ്റു കുടുംബമുണ്ടല്ലോ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയഗാന്ധിയും, അവരുടെ ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന് ഉപകരിക്കുമെന്ന് ഞാൻ യാതൊരു സംശയം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ കുടുംബത്തെ ഞാൻ അത്ര കണ്ട് സ്നേഹിക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി മരിച്ചു വീണത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ അവസാനത്തെ തുള്ളി രക്തം ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിനും ദേശീയ ഭദ്രതയ്ക്കും മതേതരത്വത്തിനും ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ എന്നാണ് 2084 ഇന്ദിരാഗാന്ധി അവസാനമായി പ്രസംഗിച്ചത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ഈ രാജ്യത്തിലെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ MLA കൊണ്ട്
അത് നന്നാക്കിയെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം ഇവിടെ ഒരു CPM-ൻ്റെ ഒരു TM സിദ്ദിഖ് എഫക്റ്റ് ഇവിടെ ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് ഈ പൊന്നാനിയിൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഒരു ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ടുകൾ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ UDF? കുട്ടിക്കാലം മുതൽ തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ച് ആ കടപ്പുറത്ത് നിന്നും MLA ആവുകയും മന്ത്രിയാവുകയും MP ആവുകയും രാജ്യസഭാ MP ആവുകയും അതുപോലെ തന്നെ കോഴിക്കോട്ട് നിന്ന് MP ആവുകയും ചെയ്ത പ്രിയപ്പെട്ട സഖാവ് ഇമ്പിച്ചോവ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ പൊന്നാനി താലൂക്കിലല്ല മലപ്പുറം ജില്ലയിലായാലും ശരി അദ്ദേഹം ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന പാലക്കാട് ജില്ലയിൽ. അത്തരം അവരുടെ കൂടെ നിൽക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നിർത്താനും അവന് വേണ്ട സഹായം കൊടുക്കാനും ഇന്നത്തെ ഇടതുപക്ഷത്തിന് കഴിയാത്തതിൽ ഞാൻ ദുഃഖിതനാണ്. അത് UDF-ന് ഒരു അനുകൂല ഘടകം കൂടിയായി മാറിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താ സംശയം? അനുകൂല ഘടകമാണ്. ഇതുവരെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ UDF വിജയിച്ചിട്ടില്ല. ഇന്ന് വരെയും UDF പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചിട്ടില്ല. എപ്പോൾ എണ്ണി വരുമ്പോഴും ചീഫ് ഇലക്ഷൻ ഏജൻ്റായിട്ട് ഞാൻ ഗംഗാരേട്ടൻ്റെ ഇലക്ഷൻ ഇരുന്നു, മോഹനേട്ടൻ്റെ ഇലക്ഷൻ ഇരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത് നമ്മൾ ജയിച്ചു വരാറില്ല. ഈ പ്രാവശ്യം കാണുന്നത് എന്താ? പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പൊന്നാനിയും നമ്മുടെ 70 മേഖലയിൽ നിന്നും നൗഷാദ് അലി ജയിച്ചു. ഓക്കെ, ഏതായാലും എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ്.